ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പതിവ് പോലെ എണീറ്റു. ഞാൻ ഇന്നലെ പറഞ്ഞ കുറച്ച് മറ്റേ പോസിറ്റീവ് അഫർമേഷനൊക്കെ കേട്ടു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ 3 വർഷം ബാക്കിലേക്ക് വീണ്ടും പോയത്. അപ്പോൾ ഞാൻ ഇന്നലെ വെറുതെ ലാപ്ടോപ്പിൽ കുറച്ച് വീഡിയോസും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കയറിയപ്പോൾ ഉണ്ടോ 3 വർഷം മുമ്പത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൊടുക്കണം. അപ്പം എനിക്കൊരു കൗതുകമായി. അത് നമ്മൾ അന്നത്തെ ഒരു ഡേ എന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനതൊന്ന് എടുത്ത് നോക്കി. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് വലിയൊരു മേജർ ഒരു പ്രശ്നം ഉണ്ടാകുന്നൊരു ദിവസം, ഈ സ്റ്റിച്ച് പൊട്ടുന്ന ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അന്ന് മമ്മിയുടെ ചാനലിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വളരെ സന്തോഷമുള്ളൊരു സൺഡേ ആയിരുന്നു. ആൻസൺ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ബാക്കി എപ്പിസോഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു 3 വർഷം ബാക്കിലേക്ക് പോയപ്പോൾ കുഞ്ഞി തോമു, ഡിവൈനാണെങ്കിൽ ഭയങ്കര ചെറുപ്പം, മമ്മി, ഡാഡി, ഞാൻ ഗർഭിണിയായിട്ട്, ആൻസൺ ചേട്ടൻ, ശരിക്കും 3 വർഷം ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ സന്തോഷമുള്ള കുറേ മെമ്മറീസാണ് വന്നത് കേട്ടോ. ആ ഒരു സമയത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ബഹളം കാര്യങ്ങളാണ്. അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6 പേര്, തൂമ്പ് ഒന്ന് ബേബിയാണ്. അപ്പോൾ അന്നത്തെ വീഡിയോസും അന്നത്തെ കുറേ വിശേഷവും സന്തോഷവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യും, ഒരു ഫ്ലാഷ് ബാക്ക് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ എന്നുള്ളത്. മാത്രമല്ല എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അത്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ, എനിക്ക് തോന്നുന്നു മമ്മിയുടെ ഇനീഷ്യൽ സ്റ്റേജിൽ, മമ്മി ചാനൽ തുടങ്ങിയിട്ട് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആയിട്ടില്ല ആ വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എന്തായാലും ഒരു കൗതുകം തോന്നി ആ വീഡിയോ കണ്ടപ്പോൾ. 3 വർഷത്തിന് ശേഷം ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് കൗതുകം തോന്നി. കൗതുകം മാത്രമല്ല, നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. കാരണം ഏത് സമയത്താണ് നമുക്ക് സന്തോഷം വരിക, ഏത് സമയത്താണ് നമുക്ക് സങ്കടം വരിക, ഏത് സമയത്താണ് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതിന് പറ്റുന്ന വലിയൊരു എക്സാമ്പിളാണ് ആ ഒരു ഡേ ഇൻ മൈ ലൈഫ്. കാരണം അത്രയും നേരം ഉച്ച വരെ ഭയങ്കര സന്തോഷവും അടിപൊളിയായിട്ട് നിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ജീവിതം തന്നെ തലകുത്തി മറിഞ്ഞൊരു സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ശരി നിങ്ങൾക്കും അത് കാണാൻ കൗതുകമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരുതി ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞങ്ങൾക്ക് ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങളെന്ന് നിങ്ങളൊന്ന് പറഞ്ഞോളൂ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര മാറ്റമാണ്. അപ്പിയറൻസിലാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എല്ലാവർക്കും മാറ്റമാണ്, നല്ല മാറ്റമാണ്. അങ്ങനെ അപ്പോൾ അതിൽ മമ്മി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എടുത്ത വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ പറ്റിയെന്നോ എന്താ ഇൻസിഡൻ്റ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മമ്മിയുടെ ആ ലാസ്റ്റത്തെ ബൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ അപ്പുറത്ത് ഹോസ്പിറ്റൽ ബെഡിൽ കാല് മേപ്പെട്ടാക്കിയിട്ട് കരഞ്ഞ് പിഴിഞ്ഞ് കിടക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് ചെയ്തൊരു കാര്യമാണ്, വീഡിയോ ആണ്. മാത്രമല്ല ആ മമ്മിയുടെ ചാനലേ അങ്ങനെയായിരുന്നു, എൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചൊരു ചാനലാണ്. അപ്പോൾ അങ്ങനെ കുറേ മെമ്മറീസ് വന്നു. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 3 വർഷം മുമ്പത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് വായോ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ 6 ആൾ കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ്. പിന്നിലും മണി കുക്കറിൽ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ 6 പേര്, എനിക്ക് തോന്നുന്നു ഡിവൈൻ്റെ ബേബി ഷവറിന് ഒന്നിച്ച് കൂടിയിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ 6 ആൾ കൂടിയിട്ട് ഒന്നിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് 7 ആൾ കൂടി ആദ്യമായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഡാഡിയും പതിവുപടി നേരത്തോടെ എണീറ്റു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ, പിന്നെ ചന്തു അവർക്കുള്ള ഭക്ഷണം കൊടുത്തു. അവർക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിച്ചു പലപ്പോഴും അവരെ കാണിച്ചു തരാം. ഞാനൊരു ദിവസം അവരുടേതായ മാത്രം ഒരു വീഡിയോ ഇടാം. അവരെന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടിക്കുട്ടികൾ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പാലൊക്കെ കാച്ചി വെച്ചു. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാട്ടിട്ടുണ്ട്. ഡിംപിളിതായി എണീറ്റ് വന്നു, ആൻസൺ വന്നു, ഡിവൈനും ഡൗണും വരുന്നുള്ളൂ. കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ ഇവർക്ക് ഇന്ന് ഞാൻ രാവിലെ ദോശയാണ് ഞാൻ
വിചാരിച്ചേക്കണേ. ഈ ആൻസൺ സർപ്രൈസ് ആയിട്ട് വന്ന കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വല്ല പാലപ്പം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻസണും ഡിമ്പിളിനും മസാല ഇഷ്ടമാണ്, ഡിവൈനും ഡോണും കൂട്ടില്ല. അപ്പോൾ അവർക്ക് ഇതൊരു പൊട്ടുകടല ചമ്മന്തി ഉണ്ടാക്കാൻ അതിനുള്ള ഉള്ളിയാണിത്. അപ്പോൾ ഉള്ളി, പച്ചമുളക്, പൊട്ടുകടല, പിന്നെ എന്താ പറയുക നാളികേരം, പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഉപ്പ്, പുളിയും ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഇടില്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഇവർക്കുള്ള പൊട്ടുകടൽ മസാലയൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ ഇന്നലെ രാത്രി പൊറോട്ട കൊണ്ടുവന്നതിൽ 2-3 പൊറോട്ട ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആൻസന് പാലൊഴിച്ച് തിന്നുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദോശയും മസാല ദോശയും പൊട്ടുകടല ചമ്മന്തി പൊറോട്ടയും പാലൊഴിച്ചത് കൂടിയിട്ട് ഉള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻസർ വന്നിട്ട് ഞാൻ അവനൊരു കട്ടൻ കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഒതുക്കി ഇരുത്തട്ടെ. അതല്ല ലവിന്റെ ഘോഷയാത്ര അവന്. അപ്പളോ ലവിന്റെ ഘോഷയാത്ര മാറോ അടുക്കള അവര് നിൽക്കുക. പിന്നെ മാറൊക്കെ അങ്ങോട്ട് എന്റെ മോനെ നോക്കാനായിട്ട് അപ്പാപ്പ കോഴിക്കുഞ്ഞിനെ മാറ്റിക്കൊണ്ട് അതെ അപ്പാപ്പ വന്നു. വെയിറ്റ് ചെയ്യണം എന്റെ മോനെ കൊണ്ടുപോകാൻ ലൈറ്റ് പോയി നടന്നിട്ട് വായോ. എലിക്കുഞ്ഞു വന്നു. ഓരൊക്കെ നടക്കതോമ്മോ എടുത്തട്ടെ വേണ്ട വേണ്ട. തുമ്മോ നടക്കണോ? ഇതെവിടുന്നപ്പത് എനിക്ക് ഗിഫ്റ്റ് തരണമാണോ? അതെനിക്ക് ഗിഫ്റ്റായിട്ട് താടാ. പിശുക്കനാട്ടോ എന്റെ മരുമകൻ, ഭയങ്കര പിശുക്കനാ. അയ്യോ പിടിയോടെ പോയി. എന്റെ പിടി പൊടിഞ്ഞു പോയി, കാലത്ത് ഓടി. വേറെ എടുക്കാം. പുതിയ ഗീയ ആ വീട്ടിൽ അവിടെ ഉണ്ടല്ലോ. തിന്നോക്കിയാ നീ? ആനങ്ങനെ നീ തിന്നാറില്ല. ചക്കരയോടെയും തല 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 വിളിക്കുക. അങ്ങനെ വിളിക്കരുത് ഒറ്റക്കൈ നിൽക്കുമ്പോ. എന്തിട്ടാടാ കാറിൽ പോവാ എവിടേക്ക് പോണ്ടേ? ഓട്ടോയിൽ പോവാ. പോവാ 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 പോവാ. നീ വിട്ടു പോന്ന അത് ഇല്ല. ഇല്ല. ഇത് നമുക്ക് ചെമ്മീൻ എന്തൊക്കെ വെക്കണത് അതിനെ? ചെമ്മീൻ എന്തെങ്കിലുമൊക്കെ വെക്കാം നമുക്ക്. ചെമ്മീൻ ഇഷ്ടല്ലേ? യാ ഞാൻ അയല വിരോധിയാന്നേ ഉള്ളൂ. വലിയ 3 അയില, അപ്പോൾ അത് ഞാൻ മാത്രം തിന്നെ ഒറ്റയ്ക്ക്. കഴിച്ചോ. അയല കാണിച്ചെന്നെ കൊതിപ്പിക്കാന്ന്. ഇല്ലല്ലേ? ആ അത് തന്നെ. വേറെന്തോന്നാ പറഞ്ഞേ? ആണോ? അല്ല അയല ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അയില അയില വലിയ അയില. പറ്റണ്ട മുറിക്കാൻ. നമുക്കതിന് ഈ വലിയ മീൻ മുറിച്ച് ശീലമില്ലല്ലോ. സാധാരണ ഇതൊക്കെ നന്നാക്കിയിട്ടാണ് കൊണ്ടുവരാറ്. ഇപ്രാവശ്യം
മറ്റേ പീലിങ്ങും ഇതൊന്നും നടക്കാത്ത കാരണം അങ്ങനെ തന്നെ മുഴുവനോടെ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പൂച്ചകളൊക്കെ പോയാ പൂച്ചകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ. കുറേ കാലങ്ങൾക്ക് ശേഷം എവിടെയും മീനിൻ്റെ മണമില്ലല്ലോ. അപ്പം എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയൊക്കെ ഇവിടെ അവരെ എന്താ പറയുക അടുപ്പിക്കാണ്ടിരിക്കാൻ എൻ്റെ 3 വാനരകൾ അവരും. എന്താ ചെയ്യുക, ഫോട്ടോന് പകരം വീഡിയോന് പകരം ഫോട്ടോ എനിക്ക് ശീലമില്ലല്ലോ. അപ്പോൾ ഇതാ ഡിവൈൻ്റെ വക ക്രാബ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കണോ. ഞാനൊരു പാവം ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിട്ടാ വേണ്ടത് നമുക്ക്? ഫ്രൈ ഫിഷ് ഫ്രൈ ഉണ്ട്. ചാകരയാണ് മക്കളെ, ചാകര. അതെ, ചാകര വന്നപ്പോൾ ഒരുമിച്ച് വന്നു. അതെ, പട്ടി വരുമ്പോൾ ഒരുമിച്ച് ഇതിനായി കാത്തിരിക്കുന്ന ഒരു നിമിഷം വരും. അതെ, അവിടെ പൂച്ചകളൊക്കെ ഇരിക്കണ കാണണം. ഡിവൈനെ സങ്കടം തോന്നിട്ടാ. ഒക്കെ വട്ടട്ടിരിക്കുക. അവരെ എങ്ങനെ തകർക്കണം എന്ന് നോക്കിയിട്ട് നമ്മുടെ പട്ടകളങ്ങളും. അതാ കേട്ടോ, ഈ വലിയ മീൻ നന്നാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു മീൻ വെളൂരിയാൻ തോന്നുന്നു. ഒരെണ്ണല്ലേ അതെ അതിൻ്റെ ഉള്ളിലുണ്ട് തോന്നുന്നുണ്ട്. കൊള്ളാലോ. ഏയ് 2 മീൻ ഇനിയുണ്ടാ? ഇനി ബാക്കി നമുക്ക് മുറിച്ചിട്ട് കാണാട്ടാ. നീണ്ടാ? അയ്യോ, ഇത് അടുത്തത്. കുഞ്ഞിത് അല്ലേ, പീക്കിരി കഴിഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ. എന്നാലും ഈ 2 വലിയ മീൻ അതിൻ്റെ വായിലിരുന്നില്ലേ അല്ലേ. ഇനിയുണ്ടോ മീൻ? ഇതാ ബെസ്റ്റ് മഞ്ഞക്കോര. അപ്പോൾ 4ാമത്തെ മീനായി. 5ാമത്തെ മീൻ എവിടെ? പീക്കിരിയില്ലേ. ഇത് 6. കുട്ടി അതാണ് അവരുടെ തീറ്റ സഞ്ചി. അവരുടെ കത്തിയൊക്കെ തന്നെ ഇതിനൊക്കെ പറ്റുള്ളൂ അല്ലേ. നമ്മളുടെ കത്തിയൊന്നും ശരിയാവില്ല. ഓ, അങ്ങനെ മൊത്തം അങ്ങോട്ട് ക്ലീനായി അല്ലേ. ചടമ്പല് നിറച്ചു. ഓഹോ, താടി പിടിച്ച് വലിക്കടാ. അപ്പോൾ അതേ എല്ലാതും നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് കൊണ്ടുവന്ന മീനുകളാണ്. കാരണം അത് മുഴുവൻ സെറ്റാക്കി വെച്ചില്ലെങ്കിൽ പണിയാണ്. ഇന്ന് മറിയാമ്മയില്ലാത്ത കാരണം പണി മൊത്തം ഡാഡിക്കാണ് കിട്ടിയത്. മറിയാമ്മയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ നന്നാക്കാൻ അറിയാം. ഡിമ്പിളുടെ വീട്ടിലെല്ലാവരുമേ. അപ്പോൾ ഇതൊക്കെ ഡാഡിയാണ് ചെയ്തത്. അവർ ചെയ്യണ പോലെയൊന്നും പറ്റിയില്ല കേട്ടോ. ഒക്കെ പൊടിഞ്ഞു, കുറേയൊക്കെ പൊടിഞ്ഞു പോയി. ഇത് എൻ്റെ കുട്ടികൾക്കുള്ളത്. അവർക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പം ഇനി എല്ലാവരും പോയി കുളിച്ച് ഫ്രഷായിട്ട് വരട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തുട്ട് പാട്ട ഹാൻസിനങ്ക വെച്ചെന്നേക്കണേ തോമോ? ഹാൻസിനങ്ക എന്തുട്ട് പാട്ട വെച്ചെന്നേക്കണേ? റാപ്പോ? അയ്യോ, അതിന് മുള്ളും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഇനി എനിക്ക് കൊടുത്തു വിടുമ്പോ ആ ഒരു പീസ് മാത്രമുള്ള ഒരു ഭാഗം മാത്രം കൊടുത്തു മമ്മിയോട് പറയാനാ. എനിക്ക് മാത്രം മതി, വേറെ ആർക്കും വേണ്ട. ഓക്കെ, എന്നാലും മമ്മി ഇത്ര ഭംഗിയിൽ എന്താ പറയാ, സ്റ്റാർട്ടറാണോ മനസ്സിലാട്ടാ? ജ്യൂസ് സ്റ്റാർട്ടർ കഷ്ണാക്കിട്ട കൊടുക്കാം നമുക്ക്. ഞങ്ങൾക്കത് എന്താ പറയാ അല്ലേ ഡിവൈനെ നന്നാക്കേണ്ടി വന്നില്ല. ഇഞ്ചിക്കറിയാ, ബിൻസി മമ്മിയുടെ ഇഞ്ചിക്കറി. ഇന്നലെ ഡിവൈൻ ഇതിന്റെ മണം പിടിച്ചിട്ട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇഞ്ചിക്കറിയാണ്.
ഇതിന് ആവശ്യത്തിന് ഇഞ്ചിപ്പുളി അല്ല, ഇഞ്ചിപ്പുളി നമ്മുടെ ഇവിടുത്തെ, ഇത് സൂപ്പറാ. എറണാകുളംകാരുടെയാണ് ഇഞ്ചിക്കറി. ഇനി മറ്റേത് എന്തിട്ടാ, മറ്റേ കുപ്പിയിൽ എന്തിട്ടാ മണി? കണ്ണിമാങ്ങ വേണോ നമുക്ക് ആർക്കെങ്കിലും? ഇഞ്ചിക്കറി കഴിക്കട്ടെ. ഇഞ്ചി മാത്രം കഴിച്ചു ഭയങ്കര ടേസ്റ്റാ. മധുരവും എരിയും എണ്ണയ്ക്ക് വേറൊരു ടേസ്റ്റ്. ഇഞ്ചിക്കറി അല്ലേ തേങ്ങ അരച്ചിട്ട് അല്ലേ വറുത്ത് പൊടിക്കുന്ന എടുത്ത് വെക്കട്ടെ. വേണോ അവന്? അതുപോലെ അരിഞ്ഞിട്ട് അത് തിക്കും തിരക്കില് അരിഞ്ഞിട്ടാവും. അതിനോ എന്നിട്ടാ കേക്ക് ബിക്കോസ് ഐ ലവ് ഞാൻ. നീ വീട്ടിൽ പോയി തിന്നാ മതി. ബീൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് നീ കഴിച്ചാൽ മതി. ദിസ് ഈസ് അമൃത് ഫോർ അസ്. ഓക്കെ, ഞങ്ങളിത് പഞ്ചസാര കഴിക്കുന്ന പോലെ കുറച്ച് 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 കഴിക്കും. അപ്പൊ ഇതുവരെ നിങ്ങൾ കണ്ടു അല്ലേ? അതായത് ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് ഭയങ്കര റെസ്റ്റ് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണ നേരത്താണ് ഡിമ്പിളിലൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ഡിമ്പിളും ആൻസറും കൂടി പോയി. പിന്നെ ഞങ്ങൾ ഇന്ന് അടുത്ത സെക്ഷൻ എടുക്കാം, പഴം പൊരിക്കുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും പിന്നെ എന്താ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ആകെ കൂടെ ഒരു എന്താ പറയുക, ആകെ ഒരു കലവില ബഹളം ആയി. അന്ന് തൊട്ടിതാ ഇന്ന് ഒരു 3 ദിവസമായി അല്ലേ, 3 ദിവസമായി ഞാൻ വീട്ടിലില്ല. അപ്പം അതുകൊണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും കളയണ്ടെന്ന് വെച്ചു. കാരണം ഞങ്ങൾ 6 പേരായിട്ട് കുറേ കാലം കൂടി ആഗ്രഹിച്ച് എടുത്ത സംഭവമാണ്. അപ്പം ഇനി അതായിട്ട് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പം അതും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഇന്ന് കൊണ്ടുവരികയാണ്. കാരണം നിങ്ങളോടൊക്കെ ഞാൻ വാക്ക് പറഞ്ഞതല്ലേ ഞാൻ ഡേ ഇൻ മൈ ലൈഫുമായിട്ട് വരുമെന്ന്. ഇനി അതൊരു എന്താ പറയുക വേറൊരു രീതിയിലാവണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ 6 ആളും പ്ലസ് തോമു കൂടിയുള്ള സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പം ഞങ്ങൾ വളരെ സേഫാണ്. പിന്നെ എന്താ പറയുക, ഒരു കുഞ്ഞ് ഹോസ്പിറ്റൽ കേസ് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. അപ്പം ഇനി ഇതെന്താണ് ഏതാണെന്നുള്ള ചോദ്യങ്ങളാവും എനിക്ക് വരിക. ഒന്നുമില്ല, അത് ഇപ്പോഴേ പറയുന്നു, ഒന്നുമില്ല, വെറുതെ ഒരു ചെക്കപ്പ് അത്രേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരോടും അടുത്തൊരു എപ്പിസോഡ് കാണുന്നവർക്ക് ബൈ. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഒരു ദിവസം. ശരിക്കും ഞങ്ങൾ അന്ന് ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ലഞ്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, ലഞ്ച് കഴിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ ചെറിയൊരു ബ്ലീഡിങ് പോലെ എനിക്ക് കണ്ടത്. പക്ഷെ അതും അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് ഞാനും ആൻസി ചേട്ടനും പോകുന്നു. ഇവിടെ ആ സമയത്ത് പഴം പൊരിക്കാനായിട്ട് ആൻസിയുടെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രഗ്നൻസിയിൽ മീൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് മീനൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആൻസി ചേട്ടൻ വന്നപ്പോൾ നിറയെ മീൻ കൊണ്ട് വന്നതാണ്. എല്ലാം അന്ന് വെച്ചിട്ടുണ്ട്, ഞണ്ട്, പ്രോൺസ്, മീൻ വറുത്തത് ഒക്കെ അന്ന് കുക്ക് ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് ഈ പെയിൻ തുടങ്ങിയ കാരണം എനിക്കതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറയണം ഞാൻ പോയി വന്നിട്ട് കഴിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതും പിന്നെ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയുന്നതും. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വീട്ടിലേക്ക് ആൻസി ചേട്ടനാണ് വിളിക്കുന്നത്. ആൻസി ചേട്ടനല്ല, ഡോക്ടറാണ് വിളിക്കുന്നത്. ആൻസി ചേട്ടൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. ഞാൻ മറ്റേ ബെഡിലാണ്, മറ്റേ ഡെലിവറി ചെയ്യുന്ന ബെഡിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് കോള് വരുന്നത്. ഇപ്പം തന്നെ വരണം, കാരണം അവരാരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഡോക്ടറാണ് നേരിട്ട് പറയുന്നതും. അങ്ങനെ പിന്നെ 3 വർഷം കഴിഞ്ഞ് ഇവിടെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം പോലെ തോന്നുവാണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും അതിൻ്റെ ഓരോരോ മെമ്മറീസ് വരും. പക്ഷെ സത്യമായിട്ടും ഒരു പോയിന്റിൽ ചെറിയ സങ്കടമാണെങ്കിലും പക്ഷേ ഒരു 99% ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എന്തൊക്കെ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.